ഞാൻ കണ്ടതിപ്പോ എല്ലാരും ഇല്ല, ഞാൻ നിക്കുന്ന ഒന്ന് തിരിഞ്ഞേക്ക. അണ്ണ മാത്രം അഡ്മിൻ നിക്കുന്നിടത്തോട്ട് വാസുമ മാത്രം നിക്ക്. ബാക്കി എല്ലാരും ഇവിടെ ലൈനായിട്ട് നിൽക്കും. നേരെ നോക്കണേ. ആകാശത്തോ മുന്നിലേക്ക് എല്ലാരും നിക്കട്ടെ. എല്ലാരും കുടിഞ്ഞിരിക്കാനല്ലോ നോക്ക്. എല്ലാരും ഒന്ന് നിറഞ്ഞേക്കടാ. ബാക്കി നിക്കല്ലേ, ഞങ്ങളുടെ ബാക്കിൽ ഒരാൾ നിക്കല്ലേ, നിറഞ്ഞേക്കണേ. എല്ലാരും ലൈനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ, ഞങ്ങളുടെ ബാക്കിൽ ഒരാൾ നിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് നിക്കണേ. എന്നിട്ട് എല്ലാരും ആകാശത്തോട്ട് നോക്കുക, ആകാശത്തോട്ട് കേട്ടോ. ആകാശത്തോട്ടെ. റെഡിയല്ലേ? ഞാൻ എവിടെ പോയി? താരക വന്നേ മഞ്ഞ കൂടി പോയല്ല. ആരും പോയല്ലേ, ഇവിടെ തന്നെ അനങ്ങരുത്, ഇങ്ങനെ തന്നെ നിൽക്കണേ. അനങ്ങരുത്. റെഡിയല്ലേ? ചോദിച്ചത് ചോദിച്ചതാണ്. റെഡിയല്ലേ? ഓ റെഡി. കടലിലാണോ മാനത്തോട്ട്? എങ്ങോട്ട് നോക്കണം? വാറ്റണ്ണൻ ബോബോയെ വയ്ക്കുന്നതായിട്ട് അറിവ് കിട്ടി. അങ്ങ് ദൂരം എന്തോ വരുന്നുണ്ട്. കപ്പലാണോ? സുനാമി ഇല്ലേ? എനിക്കൊന്നും കണ്ടുകൂടാ. ഞാൻ പോയില്ല. ഞാനിപ്പോ എന്ത് കണ്ടത്? കണ്ടതിപ്പോ അണ്ണാന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയേ. ഞാൻ എന്ത് റിവ്യൂലാ കണ്ടത്? അനങ്ങാൻ പറ്റില്ലേ? എന്റെ അമ്മോ, എന്റെ ഒളിയോത് ഓടാക്കിയോട്ടെ. നമ്മുടെ രണ്ടടി ഉണ്ടല്ലോ ഈ കാറ്. ഞാൻ വണ്ടി പോട്ടാ, വണ്ടി എനിക്കറിയാം. വണ്ടി കാരണം ഞാൻ പ്രതീക്ഷിച്ച എന്ത് റിവ്യൂല് ഞാനിപ്പോ കണ്ടേ.
വണ്ടി പോട്ട് റിവീലിംഗ് എന്താണ് ഞാൻ കണ്ടത്? എല്ലാം പിന്നിൽ വർക്ക് ചെയ്തല്ലേ എല്ലാം പിന്നല്ല എല്ലാം നമ്മുടെ ഇത്രയും കഴിവുണ്ടാന്ന് പറഞ്ഞാൽ നീങ്ങ എന്ത് Guys, ഇതാണ് ഇനി പരുന്ത് പറഞ്ഞു വന്നിട്ട് എന്റെ വണ്ടി ഇനി ഇതാണ് മനസ്സിലായി. ഇനി എന്റെ മെയിൻ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. ഇനി ഞാൻ എവിടെ പോയാലും എന്തിനു പോയാലും എടുക്കാൻ പോണ വണ്ടി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പാപ്പ എന്ത് റിവീല് ഞാൻ കണ്ടത് അപ്പാപ്പ. ഇഷ്ടപ്പെട്ടോ? ഇത് എങ്ങനെ ചെയ്തപ്പാപ്പ എനിക്ക് മനസ്സിലാവില്ല. സത്യം ആ സിനിമാറ്റിക് വീഡിയോ എങ്ങനെ അങ്ങനെ വന്നേ ഞാൻ ഞെട്ടിപ്പോയി. ഏത് അല്ല സിറ്റിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹലോ ഇത് ചെയ്ത് വെച്ചിരിക്കണ രായ. അണ്ണ ഇത് നിഞ്ചയും ഫിനിക്സും കൂടി ചെയ്തതാണ്. അവന്മാർ ഇരുന്ന് ചെയ്തതാണ്. മനസ്സിലായ? സിറ്റി കയറാൻ പറ്റില്ലെങ്കിലും കിടലൻ എടാ ഇത് എങ്ങനെയാടാ ആ സിനിമാറ്റിക് വീഡിയോ ഒക്കെ എങ്ങനെയാടാ അങ്ങനെ വന്നേ? അതൊക്കെ അത്ര അണ്ണാ ലേസറിന്റെ പരിപാടി ഇല്ല. അത് ഫസ്റ്റ് ടൈം ദി 5M സെർവറിൽ അങ്ങനെ ഒരു സംഭവമേ ഫസ്റ്റ് ടൈം ആണ്. ഇങ്ങനെ ഒരു സാധനമേ ഇല്ല. എടാ അങ്ങനെ സാധാരണ സിനിമാറ്റിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ക്രീനിനകത്ത്, ഇത് നമ്മൾ അതിനകത്ത് ആ സാധനം നമ്മളെ വലിച്ചോണ്ട് അതിനകത്ത് കൊണ്ടുപോയി. അത്ര ഉള്ളു ഫുൾ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കുമാരാണ്. എടാ നെറോട്ട എല്ലാം ഉള്ളായിരുന്നു നിഞ്ച എടാ ആരാണ് ചെയ്ത് നറൂട്ടോനെ വിളിക്കാം. നറൂട്ടോ താഴെയുണ്ട്. അണ്ണാ 3-4 ദിവസമാര് ഉറങ്ങിയിട്ട് ഇതിന്റെ പിറകിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എടാ താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ് എ ലോട്ട്. 3 പേർക്ക് താങ്ക് യു. നിഞ്ച താങ്ക് യു. ഹൈഫിനിക്സ് താങ്ക് യു സോ മച്ച്. ഡിലേ ആയിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂടിയ സാധനങ്ങൾ വരത്തുള്ളൂ. ഇതാണ് ചെറിയ പരിപാടി. കറക്റ്റ് ബർത്ത്ഡേ ദിവസം രാത്രി ചെയ്യുന്ന പരിപാടി അത് ആണ്. അന്ന് അണ്ണന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഇരുന്നോണ്ടാണ് നമ്മള് ഇതാക്കിയത്. കാരണം അപ്പാപ്പ ഇത് പറഞ്ഞിരുന്നു ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കണമെന്ന്. പിന്നെ ഞാനും അണ്ണാ കഴിഞ്ഞോട്ട ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ എല്ലാം കൂടി അങ്ങ് ചേർത്ത് അങ്ങ് നടത്തി. അത്രേ ഉള്ളു. അണ്ണാ ഹാപ്പിയല്ലേ? പിന്നെ അല്ലാതെ രായ മോനെ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. താങ്ക് യു. നിന്റെ കംബാക്ക് പരിപാടി ദ ബെസ്റ്റ്. എന്റെ അമ്മോ. രോമാഞ്ചം വന്നോ? രോമാഞ്ചം വണ്ടി ഇത്. എടാ ആ സാധനം നമുക്ക് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? ഓ അത് എനിക്ക് ഒന്നും കൂടെ ഒന്ന് കാണാം. ലിവർ ചെയ്ത സ്റ്റാലിനും വണ്ടി ഇത് ചെയ്ത നമ്മളെ പയ്യൻ. അവന്റെ പേര് പൂക്കി. അവനെ കൂടെ സ്റ്റാലിന്റെ ഡിസൈൻ ആണ്. സ്റ്റാലിൻ ഉണ്ടോ ഇവിടെ? സ്റ്റാലിൻ ഇത്ര ടോബി ഹീറോ അണ്ണാ ഹോൺ ഉണ്ട്. എടാ ഹോൺ ആഡ് ചെയ്തിട്ടില്ലടാ. ഇത് ഹോണാണത്. കുറച്ച് കാര്യം കൂടി ഉണ്ട്. വണ്ടി ഡോർ അടച്ചാണ്. ഡോർ അടച്ചാണ്. ഓക്കെ ഈ വണ്ടി വേണോ? ഈ ഹോട്ട് വെയർ ഫെയിലായോ? തീർച്ചയായിട്ടാണല്ലോ ചെയ്തേ. അത് എഴുതണല്ലോ ചെക്ക് ചെയ്യാൻ. ഇല്ലടാ എന്റെ കീ തന്നെ. എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ലടാ. എനിക്ക് ഹോട്ട് വെയർ അമ്മാരൊക്കെ വിട്.
കേസ് നടക്കുന്നോണ്ട് അവർക്ക് വേറെ ലൈവ് കാണാനില്ല, അതുകൊണ്ടല്ലേ അവർ ഇവിടെ ഇരിക്കുന്നേ. കിട്ടിയില്ലേ? ആ കിട്ടി വണ്ടി കയറി വണ്ടി കയറി. ലോക്ക് പറ്റണം. ലോക്കായി യു ഡോണ്ട് ഹാവ് കീ ടു ദിസ് വെഹിക്കിൾ എന്ന്. യു അടി യു. ഇല്ല ആവുന്നില്ല. അപ്പുറത്തെ വണ്ടി കയറി. അപ്പുറത്തെ ഇത് കയറി. അല്ല ഇത് ഹോട്ട് വെയർ കാണിക്കാൻ വീണ്ടും. അല്ല ഇപ്പുറത്തെ വണ്ടി കയറി. ആ ഓക്കെ. ആ ഈ അടിയാണ്. വണ്ടി റേസ് ചെയ്താണ് പരുന്നിന്റെ അവിടെ ലൈറ്റ് റേസ് ചെയ്താണ്. ഓപ്പോസിറ്റ് സൈഡ്. അപ്പുറത്തെ സൈഡില്ല. വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് മാത്രം കാണത്തുള്ളത്. ഇത് വണ്ടിയിൽ വൺസ് ഒന്ന് കേറണം. അവിടെ ഒരു വണ്ടി വരുവാടാ എനിക്ക്. അമ്പത്തൂര് ആ വണ്ടി ഒന്ന് തന്നെടാ പോണേ. ഈ അടിച്ചാണോ നോക്കിട്ട് ഫോണ്. ആ വണ്ടി ഒന്ന് തന്നെടാ. എന്റെ കസ്റ്റം വണ്ടി. എന്റെ അമ്മോ എന്തിനു ചെയ്ത് വെച്ചിരിക്കണേ. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് കറക്റ്റ് RPM കറക്റ്റ് അനുസരിച്ചാണ് അത് കേറണേ. ആ അതിന്റെ ഇപ്പുറത്തോണ്ട്. കൊടുക്കുന്ന അനുസരിച്ചാണ് അത് വരുന്നത്. എടാ ഇതിപ്പോ എനിക്ക് ഗ്യാങ് വേണ്ടി ആക്കിയാ പറ്റുമെന്ന് തോന്നുന്നടാ. ഇത് ഗ്യാങ് മറ്റേ നിർത്തണം പറഞ്ഞോളൂ നീ തോന്നും പോലെ. ഇത് നമ്മുടെ ഗ്യാങ് വേണ്ടി ആക്കളിയാ. ഒരിക്കൽ ഇത് പറയും, ഒരിക്കൽ ഇത് പറയും, ഒരു കളർ മാറ്റാൻ പറയും. ആരോ നീ തോന്നും പോലെ പറയാം. ഇതിപ്പോ 700 രൂപയ്ക്ക് മാത്രം കഷ്ടമായിട്ട് കൊണ്ടുനടക്കാം. സ്വന്തം പേരെ കെട്ടി. അങ്ങനല്ല, എനിക്ക് നമ്മുടെ ഗ്യാങ് ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഗ്യാങ്ങിന് ആ ഒരു ഇത് ഇട്ടല്ലോ. കൊച്ചുപിള്ളേരെ പോലെയാണ് അവരിരിക്കുന്ന ഗ്യാങ്ങിന്റെ കളർ മാറ്റണം. നീ എന്തിനാണ് ക്രൈസി പാണ്ഡ്യ അത് കൊണ്ടുവന്നു ലാസ്റ്റ്? എനിക്ക് മനസ്സിലായത് അത് ഇപ്പോഴും പറഞ്ഞു നോക്കട്ടോ പറയാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ മോനെ, എടാ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇഷ്ടപ്പെടായിരിക്കും. നീ ഇത്ര വലിയ സാധനം പണിത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടോന്നോ? അതെന്തൊരു ചോദ്യം. മൃഗം ഇത് ഈഗിൾ ബ്രോ മാത്രമേ കാണാത്തുള്ളെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല. വന്നപ്പോ ഇവരൊക്കെ കണ്ടായിരുന്നു. ആണല്ലേ, ഞാൻ മാത്രമേ കാണാത്തത്. സത്യം ഞാനേ കാണാത്തത്. ഒരാൾക്ക് കാണണം എന്നിട്ട് പോയാനാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. സുന്ദരി ഒന്ന് പറയ്. ആരാ എങ്ങോട്ടാ എവിടെ വരണം? ഇങ്ങോട്ട് വരും. ഒന്നും കൂടെ മറ്റേ ഇന്റീരിയർ. ഞാൻ ഇവിടെ ലൈവ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. അല്ല ഇവിടെ ഡിസ്കോഡില് ഹലോ ദർശന, താങ്ക് യു സോ മച്ച് ദർശന, മീൻസ് എ ലോട്ട്. ഓ പിന്നെ ഹാപ്പി അല്ലായിരിക്കോ? അങ്ങോട്ട് കോടാണ. അല്ലേ അപ്പൊ തെണ്ടിത്തരല്ലേ നിങ്ങള് കാണിക്കുന്നത്? ഇപ്പൊ എന്താ നീ കാണിച്ചത്? ഇപ്പൊ ദീർഘായുസുണ്ടാവട്ടെ അപ്പാപ്പാട്ടാ. എന്തൊരു സാധനോടെ കിടക്കുന്നേ ഇതല്ലേ. ദർശന, ദർശന താങ്ക് യു സോ മച്ച്. അണ്ണാ എനിക്ക് ഗിഫ്റ്റ് എന്താ തരണ്ടേന്ന് എനിക്ക് പെട്ടെന്ന് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് അടങ്ങിയില്ലടാ. സെറ്റ് ചെയ്തതാണ്.
ഇറ്റ്സ് ഓക്കെ ദർശന. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിപ്പം ചെറുപ്പൊന്നും ഇല്ലല്ലോ, വളരെ ചെറുതൊന്നും ഇല്ലല്ലോ. എല്ലാം ഗിഫ്റ്റ്, എവറിത്തിങ് ഈസ് വാല്യുബിൾ. മോർ ദാൻ ഗിഫ്റ്റ് യുവർ പ്രസൻസ് ഈസ് വാല്യുബിൾ. താങ്ക് യു. അണ്ണ ഒരുപാട് ദിവസമായി നിന്നെ കണ്ടിട്ട്. ഞാൻ ദർശനക്ക് കേക്ക് തന്നില്ലായിരുന്നു, ഞാൻ മുമ്പേ എടുത്ത് മാറ്റി വെച്ചിരിക്കുവായിരുന്നു ഒരു പീസ് കേക്ക് കഴിക്കണം. താങ്ക് യു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങളുടെ എന്റെ പുതിയ വണ്ടിയാ. നല്ല രസമുണ്ട് അണ്ണാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അണ്ണാ സിറ്റിയില് ഇനി അടുത്ത ദിവസം അണ്ണന്ന് വരുമ്പോ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും പിന്നെ നമ്മൾ കാണുന്നു. എപ്പോഴും പറയുന്നതല്ലേ. ഇല്ല ഈ വട്ടം നമ്മൾ എന്തായാലും കാണും ദർശന. അന്ന് എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഷുവർ ദർശന ഷുവർ. അണ്ണൻ എന്തോ ട്രോമയിലാന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ റിക്കവർ ആയോ? റിക്കവർ ഉള്ളൂ ദർശന. എന്താ അല്ല അണ്ണ ഓക്കെ ആയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നമുക്ക് അടുത്ത ദിവസം സംസാരിക്കുമ്പോ ദർശന എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ അണ്ണ, ഓക്കെ ദർശന. എന്തായാലും മീറ്റ് ചെയ്യാൻ വരണം. ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ദർശന. ബൈ ബൈ അണ്ണ. ബൈ. ഇവിടെ ഇമോട്ടൊന്നും ഇല്ല കേട്ടോ. അറിയണ ദർശന അണ്ണാ ബീജം ഒക്കെ ആയിരുന്നില്ലേ? പറയാത്ത എന്താ അന്നെന്താ കൊടുക്കാനാണ്? എന്ത് കൊടുക്കാത്ത? മനസ്സ് കൈമാറുന്നത്. മനസ്സ് ഞാൻ കൈമാറിയായിരുന്നു. എലി വരികയാണ്, എലി ഇതൊക്കെ പൊട്ടിക്കൊണ്ടാണ് വാറ്റൻ ഇപ്പോഴും കണ്ടത് കാണാൻ വേണ്ടി നിൽക്കണ. അണ്ണ ഷൈ ആയി പോയല്ലേ. അണ്ണ ചുറ്റോറ കടല എങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്നത് അങ്ങനെ ആക്കി തരാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഓടിച്ചു നോക്കടാ. വാറ്റന്റെ ഡെഡിക്കേഷൻ കണ്ട് ഇപ്പോഴേ ലേസർ ഷോ ആണ് അവിടെ നിൽക്കുകയാണ്. FPP ഈ വണ്ടി എന്ത് ഡീറ്റെയിലിംഗ് ആടാ നോക്ക്. ഫ്രണ്ടിൽ ഫോട്ടോ ഫോട്ടോ കണ്ട് പറഞ്ഞേ അങ്ങനെ ആരത് തങ്കന്ന് പറഞ്ഞു കാറിലാണ് അടിച്ചിട്ട് ഇപ്പൊ വാറാവേ. സൗണ്ട് മൊത്തത്തിൽ മാറ്റിയില്ലേ. ഈ ഹോൺ നമുക്ക് വേണ്ടി താറിൽ നോക്കാട്ടെ. ഇത് സ്റ്റീവിനെ ഒച്ചോലുണ്ടല്ലേ. ഇത് നമുക്ക് ഗ്യാങ് വണ്ടി ആക്കാടാ. എനിക്ക് എന്റെ ഇൻഡിവിജ്വൽ വണ്ടിയേക്കാൾ എനിക്കിഷ്ടം ഇത് ഗ്യാങ് വണ്ടി. ഏത് വണ്ടി കൊടുത്തില്ലെങ്കിൽ ഈ വണ്ടിയെങ്കിലും അപ്പൊ അവരോട് പറ്റാ പറയാം. എടാ ഇതിനകത്ത് കുറച്ച് നീലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാങ് വണ്ടി കൊടുക്കിയല്ലോടാ. നൈസായിരിക്കും. ഈ ടോപ്പ് കത്തിക്കെടുക്കുന്ന നീലയാക്കാം. സ്പീഡില്ല വണ്ടിക്ക്, ആ സ്പീഡ് കുറവ്. എനിക്കൊന്ന് ഫുൾ അപ്പ് അല്ലെന്ന് തോന്നുന്നു. അല്ലല്ല ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. സ്പീഡില്ല. 170 200 വരെ ഉണ്ടോ? നോ വേണ്ട. 60 പ്രകാരം വാറ്റൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഇത് പേഴ്സണൽ വണ്ടി ആയിട്ട് തന്നെ മതിയോ? മനസ്സിലായി. പറ. ഓ ഇത് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടല്ലേ. പരുന്തിന്റെ ഹൈന വരും. ഹൈന എന്തായാലും ഗ്യാങ് വണ്ടി ആയിട്ട് വരും. ഇതൊക്കെ അപ്പുറത്ത് കിട്ടുമോ? ഇന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഓടിക്കാൻ പിടിച്ചോ, കൈയോടെ പിടിച്ചോണ്ണ. ഓടിക്കാൻ തോന്നുമ്പോ ഇവിടെ ഒന്ന് ഓടിച്ചു മതി എണ്ണ. ഞാൻ ഇവിടെ വണ്ടി ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി നോക്കിയെണ്ണ. മല കിട്ടി. ലെഫ്റ്റ് സൈഡില് സൈഡിലെ ലൈറ്റ് എത്തണ്ടല്ലേ. ഓടി വരും നോക്കുന്നു. LS2
ബ്രോ ഈ വണ്ടി ഫുള്ളപ്പാണോ? ദൈവമേ ദൈവമേ ഫുള്ളപ്പല്ലേ? കാറിലോ കയറുന്നാ? കാറിലോ കയറിക്കോ. ഹലോ ഹലോ കാർലോ ഈകളെ ഞാൻ ഇറങ്ങണേ. കാർലോ വണ്ടി ഓടിക്കാൻ വരുമോ? ഞാൻ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും 77% ആൾക്കാരും ഇതൊന്ന് ഫുള്ളപ്പ് ആക്കി തരുമോ? പെയിന്റ് അടിക്കുന്നില്ലേ? അല്ല ഇന്ന് പെയിന്റ് ഇല്ല ഇന്ന് അത് കളിക്കാൻ പോകും. നല്ല ലേറ്റ് ആയി. 1:41 ആയടാ. നീ മറ്റേ സ്റ്റിയറിംഗ് കുത്തി വാ അണ്ണാ. അണ്ണാ വണ്ടിന്ന് ഇറങ്ങാൻ അപ്പിയാണെങ്കിൽ വണ്ടി എലക്ഷന്റെ POV നോക്കണ. എലക്ഷൻ എവിടെയാ ലൈവ്? തൽസ എവിടെയാ? തൽസ എവിടെയാ? കിക്കിലാണോ വൈറ്റി ആണോ? വെറുപ്പനെ അമ്പോ എടാ ഇവന്റെ അകത്ത് എന്ത്? ഓയ്യോ ഇത് വേണോ? എന്തൊരു ഗ്ലേസിംഗ് വണ്ടിക്ക്. എന്റെ അവനെ കാണിച്ചോണ്ടിരിക്കണ വണ്ടി കാണിക്കാനുള്ളതിന്. എന്ത് രസൂടാ കാണാൻ. എടാ ഈ ഗ്ലോസിനെസ് ഒന്നും എന്റെ മോഡിലില്ലടാ. ബാക്ക് അടിച്ച് നോക്ക്. ഒമ്പോ എന്റെ അമ്മ സിനിമ. എടാ ഇത് കത്തിപ്പോത്തില്ലായിരുന്നെങ്കിൽ ഇതിട്ട് ലൈവ് ചെയ്യായിരുന്നു. ഈ സാധനമായിട്ട് ലൈവ് ചെയ്ത കണ്ട ഇങ്ങനെ ഇരിക്കും. ഇവൻ ഇത് വെച്ച് എങ്ങനെ വാറൊക്കെ കളിക്കുന്നത്? അന്നേരൊക്കെ സബ് അടിക്കാൻ റോഡ് ടു 21K ആണ്. കുറച്ച് കൂടെ മതി. ഹലോ കാർലോ വിളിച്ചോ? ഹലോ വണ്ടി പപ്പായി സ്റ്റിയറിംഗിന് അതിന് പോകുന്നില്ല പറഞ്ഞു. അതെ അതെ അതെ. കാർലോ ചേട്ടേ ഈ വണ്ടി ഓടിച്ചു പോവാന്ന് വിചാരിച്ചിരിക്കുക. വണ്ടിക്ക് കുറച്ച് സ്പീഡ് കുറവാ. ഹാൻഡിൽ ശരിയാക്കുന്നുണ്ട്. കണ്ട RPM ഒരുമാതിരി കട്ടാവുന്ന പോലെ സൗണ്ട്. ഇത്രയുള്ള മാക്സ് സ്പീഡ് 250. അത് പിന്നെ സ്പീഡിന്റെ ആണോ മറ്റേ ഈ സൗണ്ട് ഇങ്ങനെ ആണെന്ന് തോന്നുന്നത്. ലിമിറ്റ് ഒന്നാണ്. സ്പീഡ് ലിമിറ്റ് എന്താ 278 ഉണ്ട്. സ്പീഡ് ഇതൊട്ടുമില്ല. പിന്നെ സൗണ്ടും കൂടെ ഇങ്ങനെ സൗണ്ട് മറ്റേ ഗിയറും മാക്സ് ഇട്ടിട്ട് അങ്ങനെ RPM ഇതായിട്ട് നിക്കുന്നത് പോലെ ഉണ്ട് സൗണ്ട്. അത് പറയാം. എന്നാ പിന്നെ എനിക്ക് തോന്നുന്നേ ഫോൺ കുറച്ചും കൂടെ സ്പീഡ് ഉള്ളതെന്ന് തോന്നുന്നു. എന്താ ഒന്ന് ഹോൺ അടിച്ചേ. ഫോണിന് കുറച്ചും കൂടെ സ്പീഡ് വേർഷൻ ഉള്ളതായിരുന്നു. അല്ല ഇത് തന്നെ കുറച്ചുകൂടെ. അല്ല ഇതിന്റെ തന്നെ കുറച്ചും കൂടെ സ്പീഡുള്ള വെർഷൻ അല്ലായിരുന്നു ഒരു പൊടിക്ക്. അത് ഇങ്ങനെ ആക്കിയതായിരിക്കും ചിലപ്പോ. ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും കോപ്പിറൈറ്റ്. അല്ല ഇതിന്റെ എല്ലാ വെർഷനും. അപ്പൊ കാർലോ എന്തായാലും വെളിയിലോട്ട് വാ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടോ ഗൈസ്? വണ്ടിയുടെ നോക്ക് നിങ്ങൾ. അതിന്റെ വണ്ടിയുടെ ഡീറ്റെയിലിംഗ് നോക്ക്. സ്റ്റാലിനും സൈക്കിനും ഒക്കെ ചെയ്യുന്ന വണ്ടികൾക്ക് അങ്ങനെ നിങ്ങൾ അടുത്ത് നോക്കിയ ഒരു സാധനം മനസ്സിലാവും. ഈ സിറ്റിയിൽ നോർമലി ചെയ്യുന്ന വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ലിവറിക്കും ഇതിനും ഒരു പ്രത്യേക ഷൈനിങ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടാ? താങ്ക് യു സോ മച്ച്. 2 മണിക്ക് സിനിമ പ്രദർശനം എല്ലാരോടും വന്ന്. ഞാൻ പറയാം എല്ലായിടത്തും പറയാം ഗൈസ്. 2 മണിക്ക് അപ്പൊ ഷൗട്ടെക്സിന്റെ സിനിമ പ്രദർശനം ഉണ്ട്. എല്ലാരും പോയി ക്ലിയർ വെർഷൻ അവിടെ പോയെന്ന് കാണണം. ഓക്കെ അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ച എല്ലാവർക്കും മനാ ബ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്.
ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ മേക്കിംഗ് എ വണ്ടർഫുൾ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസ് എ ലോട്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഒന്നും കേൾക്കുന്നില്ല ഹലോ കേക്കാവോ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇൻബോക്സ് പറഞ്ഞ് ഇൻബോക്സ് ചെയ്യൂല. റിക്വസ്റ്റ് 50+ നോക്കിട്ട് പറഞ്ഞാൽ മതി. സ്നേഹം മാത്രം മതി. റിയൽ ലൈഫിലും വിളിച്ചില്ല ബർത്ത്ഡേ. പിന്നെ അല്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. സാധാരണ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇത് റിയൽ ലൈഫിലും അടിപൊളിയായിരുന്നു, ഇവിടെ അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ടും കിടിലമായിരുന്നു ഈ വട്ടത്തെ ബർത്ത്ഡേ. ഇല്ലേ നീ എന്താ ബാബാ? നീ കഴിഞ്ഞ തവണ പറഞ്ഞ ഓർക്കുന്നുണ്ടോ വിഷമിച്ചിട്ട്? നിന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആരും ഇല്ലായിരുന്നു കൂടെ എന്നുള്ള രീതിയില്. അന്ന് ഞാൻ ആരെ വിളിച്ച അപ്പോഴേ പറഞ്ഞല്ലേ ഈ തവണ പണി നമ്മൾ 1 മാസം മുമ്പ് തുടങ്ങി. അപ്പം വിളിച്ചിട്ട് പറഞ്ഞാ പെട്ടെന്ന് സെറ്റ് ആക്കണം, കഴിഞ്ഞ വട്ടത്തെ കാര്യമാണ് പറഞ്ഞപ്പ ഈ വട്ടം സെറ്റാണ്, ഓൾ സെറ്റാണ്. പക്ഷെ നമ്മളെ റിയൽ ലൈഫിൽ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് വന്നത്. അവിടെ ഇതും കൂടി ഒരുമിച്ചായി പോയണം, അതാണ് നടത്താൻ പറ്റാത്തത്. നിങ്ങള് റിയൽ ലൈഫിൽ വന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സത്യം പറഞ്ഞ. കാരണം അല്ലെങ്കിൽ ഞാനത് ഒരു ചെറിയ പരിപാടിയായിട്ട് നമ്മളിവിടെ ഒതുങ്ങി പോയനെ അന്നത്തെ പരിപാടി, മനസ്സിലായ? അപ്പൊ അതായിരുന്നു ഏറ്റവും നല്ല ഇത്. ഹാപ്പി അല്ലേ? പിന്നല്ലാതെ ബ്രാവോ, താങ്ക് യു സോ മച്ച് ബ്രാവോ. മീൻസ് ഞാൻ പറയാം, എനിക്കതിൽ നിനക്കും വലിയൊരു പാർട്ടുണ്ട് അതില്. എനിക്ക് ഇതിന്റെ അടുത്ത് അതിന്റെ നന്ദിയായിട്ട് ഞാൻ പറയണില്ല. ഇനി എന്ത് നന്ദി പോടാറക്ക. എന്താണ് നന്ദിയുടെ ആവശ്യമുണ്ടോ നമ്മളെ? നിന്റെ പേരെ ഞാൻ അവിടെ പറഞ്ഞില്ല പോകെ. സ്നേഹം മാത്രം. ഇത് പക്ഷെ ഫുൾ ആൻഡ് ഫുൾ രായന്റെ ഐഡിയ കേട്ടോ. ഫുൾ ആൻഡ് ഫുൾ രായനായിരുന്നു A to Z. ഇപ്പം സിറ്റിക്കകത്ത് ചെയ്തത് എല്ലാം അതിന്റെ ചെറിയ പ്ലാനിങ് തൊട്ട് ലാസ്റ്റ് വരെ രായനായിരുന്നു. സംഭവം ഞാൻ പറയാ, ഞാൻ പ്ലാൻ പറഞ്ഞു കൊടുത്ത് നിഞ്ചയും ഇവനെ ഹൈഫിനിക്സും ഇരുന്ന് ഉറക്കം ഒഴിച്ച് അവരിന്ന് പണിഞ്ഞു. ഞാൻ അവിടെ വയ്ക്കണമെങ്കിൽ ആ സമയത്ത് ഇവന്മാരിരുന്ന് രണ്ടുപേരിരുന്ന് അത് മൊത്തത്തിൽ ഇരുന്ന് പണിഞ്ഞാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇവന്മാർ രണ്ടുപേരാണ്. കാരണം ഉറങ്ങിയിട്ടില്ല, മനസ്സിലായി. 2-3 ദിവസമായിട്ട് ഇവന്മാര് ഇന്നുണ്ടോ ഇന്നലെയൊക്കെ പറഞ്ഞ അണ്ണ ഇന്ന്